ഹലോ നമസ്കാരം, ഞാൻ വൃന്ദ. എല്ലാവർക്കും ഹെവൻ ഓഫ് പ്ലാന്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് കുറച്ച് ഫെലനോപ്സിസിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാട്ടോ ഇന്ന് വന്നത്. ഫെലനോപ്സിസിൻ്റെ ഒരു പ്ലാന്റ് നമുക്കിന്ന് പോട്ട് ചെയ്യുകയും വേണം. അപ്പോൾ നമുക്കൊരു ചട്ടി നമ്മുടെ കയ്യിൽ വേക്കൻ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചട്ടിയിൽ നമുക്കൊരു പ്ലാന്റ് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ പരിപാടി. അപ്പം പോട്ട് ചെയ്യാനുള്ള പ്ലാന്റ് ഞാനൊന്ന് കാണിക്കാം. ഇതാണ് കേട്ടോ നമ്മൾ പോട്ട് ചെയ്യാൻ എടുക്കുന്ന പ്ലാന്റ് ഇതാണ്. അപ്പം ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലോട്ട് പോയാലോ? ഫെലനോപ്സിസിൻ്റെ പൂക്കൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ ഇതൊരു ഡബിൾ സ്പൈക്കുള്ള ഒരു എന്നൊരു യെല്ലോ വെറൈറ്റിയാണ് കേട്ടോ. അത്യാവശ്യം ഒരു ലൈറ്റ് ഷെയ്ഡാണ്, എന്നാൽ കാണാൻ നല്ല ചന്തമാണ് കേട്ടോ. നോക്കി പ്ലാന്റ് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നല്ല റൂട്ടൊക്കെ വന്ന് നല്ല ഉഷാറായിട്ട് നിൽക്കുക. അപ്പോൾ എനിക്ക് ഈ പ്ലാന്റ് ഒന്ന് പോട്ട് ചെയ്യണം. അപ്പോൾ ഈ ചട്ടിയിലൊന്ന് പോട്ട് ചെയ്യണം. ഇതാണ് ഇന്നത്തെ കാഴ്ച. ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഓർക്കിഡ് വളർത്തുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കുമായിട്ടൊരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ. എന്നാലേ നമ്മുടെ സർപ്രൈസ് എന്നാണെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഇപ്പം നിൽക്കുന്ന ഷെഡ് നമ്മൾ കുറച്ച് ഫെലനോപ്സിസ് ഒക്കെ ഇട്ട് തുടങ്ങിയ ഒരു ഷെഡാണ് കേട്ടോ. ഒരു ഷെഡ് നമ്മൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ പോട്ട് ചെയ്ത് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഷെഡ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കുറേ ഫെലനോപ്സിസ് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പുതിയ ഷെഡാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ആക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഫെലനോപ്സിസിൻ്റെ പ്ലാന്റ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? എന്നാ ഒരു ഭംഗിയാണെന്ന് നോക്കിയാൽ പ്ലാന്റ്സിൻ്റെ ഒരു ഫ്ലവറിൻ്റെയൊക്കെ ഒരു വലുപ്പം. അത് മാത്രമല്ല, ഫെലനോപ്സിസിൻ്റെ പ്ലാന്റിനുള്ള ഒരു ക്വാളിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഫ്ലവറിന് കുറച്ച് ലൈഫ് കൂടുതലാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ സ്പൈക്കിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ഭയങ്കര ബ്രാഞ്ചസ് ആയിട്ട് വരും. അത് മാത്രമല്ല, ഫ്ലവറിന് ഒരു ചില ഫ്ലവേഴ്സിനൊക്കെ നമുക്കൊരു 3 to 8 months ഒക്കെ ലൈഫുള്ള ഒരു ഫ്ലവേഴ്സാണ് കൂടുതലും അല്ലേ? ഫെലനോപ്സിസിൽ നമ്മൾ കാണുന്ന സന്തോഷം എന്താണ്? പൂക്കളുടെ ഭംഗിയാണ് അല്ലേ? പൂക്കൾ നമുക്ക് കുറേ ദിവസങ്ങളോളം നമ്മുടെ മുന്നിലുണ്ടാവും. ഒരു 3 മുതൽ ഒരു 8 മാസം വരെയൊക്കെ ലൈഫുള്ള ഫ്ലവേഴ്സാണ് കൂടുതലും ഒട്ടുമിക്ക നമ്മുടെ ഫെലനോപ്സിസിൻ്റെ വെറൈറ്റീസ്. അധികം നമ്മൾ പൂക്കളിൽ വെള്ളം വീഴാണ്ടും ലീഫിലൊന്നും അധികമായി വെള്ളം വീഴാണ്ട് ഫ്ലവേഴ്സിലൊന്നും അധികം വെള്ളം വീഴാണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫ്ലവറിന് കുറച്ചുകൂടെ ലൈഫ് ഉണ്ടാവും ഇല്ലേ? പറഞ്ഞാൽ തീരാത്തത്ര സവിശേഷതകളുള്ള ഒരു പ്ലാന്റാണ് ഫെലനോപ്സിസ്. അപ്പം ഇപ്പം ഞാൻ നമ്മൾ ഈ പ്ലാന്റ് നിന്നപ്പോൾ ഞാൻ നോക്കുവാണേ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ എപ്പോഴോ എടുത്ത് ഇങ്ങനെ ഒന്ന് പോട്ട് ചെയ്തിട്ട ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ? ഇതിങ്ങനെ ബ്രാഞ്ചസ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് പക്ഷെ നമ്മുടെ ഒരു പഴയ ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റ് ജസ്റ്റ് പോയി തുടങ്ങിയൊരു പ്ലാന്റാണ്. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഫംഗിസൈഡൊക്കെ സ്പ്രേ ചെയ്ത് ഇവനെ ഒന്ന് ഉഷാറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്ത ഫ്ലവേഴ്സൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് വളർത്തിയാൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ മുറ്റത്ത് നിൽക്കും, അല്ലെങ്കിൽ നമ്മുടെ ഗാർഡനിലൊക്കെ നന്നായിട്ട് കിടക്കുന്ന ഒരു നല്ലൊരു പ്ലാന്റാണ് ഫെലനോപ്സിസ് അല്ലേ? ഞാനിങ്ങനെ പൊക്കി പറയുന്നത് എനിക്കതിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ പ്ലാന്റ് എടുത്ത് നമുക്ക് പോട്ട് ചെയ്യാൻ തുടങ്ങാം. അപ്പം നമ്മൾ പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ടെറാക്കോട്ട പോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഫെലനോപ്സിസ് ഒക്കെ പോട്ട് ചെയ്തിരുന്നത് കുറച്ചൊക്കെ കിട്ടാവുന്നിടത്തോളം ടെറാക്കോട്ട പോട്ട്സിൽ തന്നെയാണ് ചെയ്തിടാറുള്ളത്. പിന്നെ നമ്മളിത് ഓവർനൈറ്റ് ഇട്ട് വെച്ച കരിയാണ് കേട്ടോ. ഇന്നലെ ഫംഗിസൈഡിൽ ഓവർനൈറ്റ് ഇട്ട് വെച്ച കരിയാണ് കേട്ടോ. പിന്നെ ഞാനൊരു ചെറിയൊരു മഗ് എടുത്തിട്ടുണ്ട്, നമ്മുടെ കത്രികയുണ്ട്, പിന്നെ നമ്മുടെ ഫംഗിസൈഡ് ഉണ്ട്, സാഫും ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഒരു പ്ലാന്റ് പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് വേണ്ട കാര്യങ്ങൾ. അപ്പം ഞാനിതിൽ കുറച്ച് ഒരു ലെയർ കരി നമ്മളിടുവാണ്. കരി നമ്മളിട്ട് പോട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിൽ അത്യാവശ്യം വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ പ്ലാന്റ്സിന് നമ്മൾ പെട്ടെന്ന് കൊടുത്തില്ലേ പോലും നമുക്ക് അത്യാവശ്യം വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ നമ്മുടെ പ്ലാന്റ്സിന് കിട്ടും. ഇത് മാത്രമല്ല, ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ്സിൽ ഒച്ചു കയറുന്നതിനെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും പരിപാടി നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ലേശം ഒരു 2 ഗ്രാം കണക്കാക്കി സാഫ് ഇട്ട് കൊടുക്കാമേ നമുക്ക്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തത്. നമ്മൾ ഫംഗിസൈഡിലൊക്കെ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് ഒന്ന് എടുക്കാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്. അപ്പോൾ പ്ലാന്റ് ഞാനൊന്ന് റൂട്ടോടൊന്ന് പൊക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ മോസ് സ്റ്റഫ് ചെയ്തിട്ടാണ് പുറത്തുനിന്ന് നമുക്ക് പ്ലാന്റ് വരുന്നത്. അപ്പോൾ മോസ് ഞാൻ കംപ്ലീറ്റും ഒഴിവാക്കാറുണ്ട്. ഒഴിവാക്കുക എന്ന് പറയുന്നത്, എനിക്കിത് മോസ് കംപ്ലീറ്റ് ഒഴിവാക്കുന്നത് നമ്മുടെ ക്ലൈമറ്റിൽ ചിലപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ഒരു ക്ലൈമറ്റ് അല്ലേ നമ്മുടെ.
അപ്പം നമ്മുടെ മോസ് കൂടുതലായിട്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈർപ്പം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഫംഗൽ അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് കൂടുതലായിട്ടിരിക്കുന്ന മോസുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ഒന്ന് മാറ്റി കേട്ടോ. പിന്നെ ഇതിനകത്ത് ഡാമേജ് ആയിട്ടുള്ള കുറച്ച് റൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഫ്രഷ് ആയിട്ടുള്ള റൂട്ട്സ് മാത്രം നിർത്തിയാൽ മതി കേട്ടോ. നമ്മളിത് റൂട്ട് കട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പ്ലാന്റ് നശിച്ചു പോവുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് മതിയല്ലോ. അപ്പോൾ നമ്മൾ ഡാമേജ് ആയിട്ടുള്ള കുറച്ച് റൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഇങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ റൂട്ട്സൊക്കെ പോയിട്ട് അധികം കൊക്കോ ചിപ്സും ഇതിലുള്ള മോസും എല്ലാം നമ്മൾ കംപ്ലീറ്റ് കളഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്നത് ഒരു 5 to 10 മിനിറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ പ്ലാന്റിനെ ഒന്ന് നമ്മുടെ ഈ ഫംഗിസൈഡിലൊന്ന് ഡിപ്പ് ചെയ്യുക കേട്ടോ. നമ്മളിത് ഓൾറെഡി ഫംഗിസൈഡിലിട്ട കരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നാൽ കൂടിയിട്ട് നമ്മൾ ഫംഗിസൈഡിൽ നമ്മുടെ പ്ലാന്റിനെ ഒന്ന് ഡിപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം പ്ലാന്റ്സിൽ പുറത്തുനിന്ന് വരുന്ന ഫംഗൽ അറ്റാക്ക് ഒന്നും വരാണ്ടിരിക്കാൻ, വേരിൽ കൂടി വരുന്നതൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. മതിയാവും കേട്ടോ. അപ്പം നമുക്കിനി ഇവനെ ഒന്ന് ഇറക്കി വെക്കാം കേട്ടോ. സേഫായിട്ടൊന്ന് ഇറക്കി വെക്കാം. ഒത്തിരി ഉള്ളിലേക്ക് താഴ്ത്തി വെക്കണം എന്നില്ല. ഒരു കൊച്ചു കുട്ടിക്കാണെങ്കിലും നമുക്ക് പോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ പ്ലാന്റ്സ് നമ്മൾ പോട്ട് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ശരിക്കും ഫെലനോപ്സിസ് വാങ്ങാൻ പലർക്കും മടിയാണല്ലേ, പലർക്കും വളർത്താൻ ഒരു പേടിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഒരു ഫംഗിസൈഡ് നമ്മുടെ കയ്യിൽ വേണം. പിന്നെ കരി ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കരി തന്നെയാണ്. നമ്മൾ ഏത് മീഡിയം എടുത്താലും കരി ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു മീഡിയം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ പ്ലാന്റ് എങ്ങനെയുണ്ട് നോക്കി, നല്ല ഉഷാറായിട്ട് നിൽക്കുന്നില്ലേ. അപ്പം ഞാൻ നോക്കിയപ്പം ഈ ഒരു പോർഷനിൽ എനിക്ക് കുറച്ച് വേക്കൻ്റ് ആയിട്ടിരുന്നു. അപ്പം ആ ഭാഗത്ത് നമുക്ക് ഈ പ്ലാന്റിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ പ്ലാന്റെല്ലാം നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫെലനോപ്സിസ് ഇനി ഇവിടെ ഇരുന്ന് പൂക്കട്ടെ അല്ലേ. അപ്പോൾ കുറച്ച് പ്ലാന്റ്സൊക്കെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ പ്ലാന്റ്സ് നമ്മളിപ്പം ഈ ഷെഡിലേക്ക് നമ്മൾ ഫെലനോപ്സിസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഇനി എന്നാ സർപ്രൈസ് എന്നുള്ളത് പറയട്ടെ. അപ്പം നമ്മൾ ഓർക്കിഡ് കർഷകർക്കായിട്ട് ഇപ്പം കൃഷിഭവൻ വഴി നമുക്ക് SHMൻ്റെ ഒരു സ്കീം ഇപ്പം സ്റ്റേറ്റ് ഹോർട്ടികോർപ്പ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വർഷങ്ങൾ കൊണ്ടേ അത് എല്ലാ കർഷകർക്കും കിട്ടുന്നുണ്ട്. നമ്മുടെ ഓർക്കിഡ് വളർത്തുന്ന സുഹൃത്തുക്കൾക്കും കൊമേഴ്ഷ്യലി ചെയ്യുന്നവരും ഉണ്ടാവും. പലർക്കും അറിയായിരിക്കും, എന്നാൽ കൂടിയിട്ടും അറിയാത്ത ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ അതിനുള്ള ടൈം ആയിട്ടുണ്ട്. ഇപ്പം എല്ലാ കൃഷിഭവനിലും അതിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളും കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഷെഡിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കും ആ സ്കീമിലേക്ക് നമുക്കും കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഓരോ ഷെഡിൽ നമുക്ക് പലതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷെഡിൽ ഇത് നമുക്ക് ഇത്തവണ നമുക്ക് കിട്ടിയത് ഷെയ്ഡ് നെറ്റിൻ്റെ സ്കീമാണ് കിട്ടിയത്. അതേപോലെ തന്നെ എല്ലാ സുഹൃത്തുക്കൾക്കും കട്ട് ഫ്ലവറിൻ്റെ സ്കീമിനും ഷെയ്ഡ് നെറ്റിൻ്റെ സ്കീമിനും ഒക്കെയായിട്ട് നമ്മുടെ ഓർക്കിഡ് വളർത്തുന്ന എല്ലാ കർഷകർക്ക് വേണ്ടിയിട്ടും എല്ലാ സുഹൃത്തുക്കൾക്കും ഇപ്പം അപേക്ഷ കൊടുത്താൽ നമുക്ക് അത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പം നമുക്ക് കട്ട് ഫ്ലവറിൻ്റെ സ്കീമിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 500 പ്ലാന്റ്സ് മുതൽ 1000 പ്ലാന്റ്സിൻ്റെ സ്കീമുണ്ട്. അപ്പോൾ കൂടുതൽ കർഷകരുണ്ടെങ്കിൽ ഒരുപക്ഷെ 500 പ്ലാന്റ്സിനായിരിക്കും നമുക്ക് കിട്ടുന്നത്. 1000 പ്ലാന്റ്സിൻ്റെ സ്കീമിലാണെങ്കിൽ നമുക്ക് 40,000 രൂപയും 500 പ്ലാന്റ്സിൻ്റെ സ്കീമിൽ നമുക്ക് 20,000 രൂപയും നമുക്ക് കർഷകർക്ക് ഒരു ധനസഹായം പോലെ സ്റ്റേറ്റ് ഹോർട്ടികോർപ്പ് നമുക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിയാവുന്നിടത്തോളം എല്ലാ സുഹൃത്തുക്കളും അത് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം എല്ലാവരും ശ്രമിക്കുക കേട്ടോ. എല്ലാ കൃഷിഭവനിലും ഇന്ന് തന്നെ നമ്മളിപ്പോൾ ഇന്ന് വീഡിയോ കാണുന്നത് മാത്രമല്ല, ഈ അടുത്ത ദിവസങ്ങളിൽ എത്രയും പെട്ടെന്ന് കൃഷിഭവനുകളിലൊക്കെ സമീപിച്ച് അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്കുക. അപ്പം ഞാനതിന് ഇത്തവണ നമ്മൾ കൊടുത്ത ഷെയ്ഡ് നെറ്റിൻ്റെ ഒരു സ്കീമുണ്ട്. ഞാനതൊന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പം നമ്മൾ ഇതാണ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഭാഗമായിട്ട് 2024-2025 ഇത്തവണത്തെ സ്കീമിൽ നമ്മളും ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ ഷെയ്ഡ് നെറ്റിന്റെ സ്കീമിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തവണ കൊടുത്തിട്ടുണ്ടായിരുന്നു. കട്ട് ഫ്ലവർ നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വർഷം അപേക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു തവണ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് നമുക്ക് 500 പ്ലാന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ അപേക്ഷ വെച്ചിരുന്നത്. ഇപ്പോൾ ഇത്തവണ നമ്മൾ കൂടുതൽ പ്ലാന്റ്സിന് വെക്കാൻ ശ്രമിച്ചപ്പം ഒരു 3 വർഷത്തെ ഗ്യാപ്പ് വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു സ്കീം, ഈ കട്ട് ഫ്ലവർ ഷെയ്ഡ് നെറ്റ് എന്നുള്ള കർഷകർക്ക്, അതായത് നമ്മുടെ ഓർക്കിഡ് കർഷകർക്കായിട്ടുള്ള ഈ ഒരു സുവർണാവസരം എല്ലാ സുഹൃത്തുക്കളും പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കണം കേട്ടോ. ഇതൊന്നും മിസ് ചെയ്യരുത്, ഇത് നമ്മുടെ അവകാശമാണ് കേട്ടോ. അപ്പം ഇത് മാക്സിമം നിങ്ങൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്കൊക്കെ മാക്സിമം ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ ശ്രമിക്കണം. അപ്പം നെക്സ്റ്റ് നല്ല യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.